നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് എത്ര എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരിക്കലും വിട്ടുപിരിയാത്ത ഒരു സ്നേഹം നമ്മുടെ കൂടെ ഉള്ളതിനാൽ എത്ര ധൈര്യം നമുക്ക്. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. നമുക്കിന്നൊരു അല്പസമയം ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനം നമ്മൾ ചിന്തയ്ക്കായി എടുക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിനകത്ത്, the first letter of Peter chapter 2 verse number 9. Hallelujah. വചനം ഇങ്ങനെ പറയുന്നു, but you are not like that, for you are a chosen people, you are royal priests, a holy nation, God's very own possession. As a result, you can show others the goodness of God, for he called you out of the darkness into his wonderful light. എന്ന് വായിച്ചേ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ആമേൻ. സ്തോത്രം. നമ്മളെ കുറിച്ചാ വർണ്ണിക്കുന്നത്. ഇന്ന് ആ വാക്യം എടുത്തു വെച്ചിട്ട് പറയണം, ഇത് എന്നെ കുറിച്ചാ പറയുന്നേ. ഹല്ലേലൂയ. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ഇറങ്ങുന്ന ഓരോ വ്യക്തിയെ കുറിച്ചാ ഈ വാക്യം പറയുന്നേ. വചനം പറയാ, യു ആർ ചോസൻ. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഇന്നൊന്ന് വിളിച്ചു പറയണം, ഇന്ന് പറയണം, എന്നെ തെരഞ്ഞെടുത്തിരിക്കുക. എന്ന് വെച്ചാൽ ലോകത്ത് അനേകരുണ്ടായിട്ടും ഒരാളെ ഇങ്ങനെ തെരഞ്ഞെടുത്തു, പിക്ക് ചെയ്തെടുത്തു. ഹല്ലേലൂയ. ചൂസ് ചെയ്തു. ഒരു ക്ലാസ്സിലൊക്കെ 30-35 പിള്ളേരൊക്കെ, എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ക്ലാസ് റൂംസിലൊക്കെ 60-80 പിള്ളേരൊക്കെ ഇരിക്കുമല്ലേ. അത്രയും പിള്ളേരുടെ ഇടയിൽ നിന്ന് ഒരു ക്ലാസ് മോണിറ്ററായിട്ട് ഒരു കുട്ടിയെ ടീച്ചർ തെരഞ്ഞെടുക്കുന്നേ അല്ലേ. എന്തിനാ തെരഞ്ഞെടുക്കുന്നത്? ആ കുഞ്ഞിനെ ടീച്ചറിന് ബോധ്യമായി. ടീച്ചർ നോക്കിയപ്പോ അത്രയും പിള്ളേരുടെ ഇടയിൽ, 30-40 പിള്ളേരുടെ ഇടയില് ടീച്ചറിന് ഒരു കാര്യം ബോധ്യമുണ്ടായി, ഈ കുഞ്ഞ് മറ്റുള്ള കുഞ്ഞുങ്ങളെ കാട്ടിലും ഏതോ ഒരു ഗുണത്തില് ഇച്ചിരി ശ്രേഷ്ഠനാണെന്ന്, അല്ലെങ്കിൽ ശ്രേഷ്ഠയുള്ളൊരു കുട്ടിയാണെന്ന്, ഇച്ചിരി കഴിവുണ്ട്, അല്ലെങ്കിൽ മറ്റെല്ലാവരെക്കാട്ടിലും അധികം ഈ കുഞ്ഞിന് എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയായിട്ടൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് നന്നായിട്ട് ചെയ്യും എന്നൊക്കെ ആ ടീച്ചറിന് ബോധ്യമുണ്ടായി. അതുകൊണ്ട് എന്ത് ചെയ്തു? അത്രേ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ടീച്ചർ ക്ലാസ് മോണിറ്ററായിട്ട് തെരഞ്ഞെടുത്തു. ഓ വാവ്. കർത്താവിന്റെ വചനം പറയുന്നു, നാം ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനാ? വാക്യം ഇവിടെ പറയുന്നു, അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ, കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ, കർത്താവിനെ കുറിച്ച് വാ തോരാതെ സംസാരിക്കാൻ എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുവാന്ന്. യേശു ആരാണെന്ന് ഈ ഭൂമിയിൽ കാണിക്കാൻ വേണ്ടി എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. സ്വർഗീയ അനുഗ്രഹങ്ങള് യേശുവിന്റെ പിന്നാലെ പോയാൽ ഇതാണ് എന്ന് പറഞ്ഞ് കാണിക്കുവാൻ വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. സ്തോത്രം. എന്ന് പറയണം, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തു കഴിഞ്ഞാല് വെറും കൈയോടെ വിടുന്നതല്ല, നമ്മുടെ കൂടെ നടക്കുന്ന. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് കർത്താവിന്റെ ആ ഒരു വാക്യമുണ്ടല്ലേ, ഞാൻ ഒരു നാളും നിന്നെ, നീ ഭ്രമിച്ചു നോക്കണ്ട, നീ ഭയന്ന് നോക്കണ്ട, നിന്നെ ഞാന് ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അല്ലേ. യെശയ്യാവിന്റെ 41 അല്ലേ, അതിനകത്ത് 10-ാം വാക്യം, ഡു നോട്ട് ബി അഫ്രൈഡ്, ഫോർ ഐ ആം വിത്ത് യു, ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്, ഫോർ ഐ ആം യുവർ ഗോഡ്, I will strengthen you and help you. I'll hold you up with my victorious right hand. തെരഞ്ഞെടുക്കുന്നവരോട് പറയുന്ന ഒരു അത്രയും ക്ലാസ്സിന്റെ ഒരു ഉത്തരവാദിത്വം ഒരു കുഞ്ഞിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുമ്പം ടീച്ചർ പറയും, നീ ഒന്നും വിഷമിക്കണ്ട കേട്ടോ, നിനക്ക് എന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഉണ്ട് കേട്ടോ, ഞാൻ നിന്നെ സഹായിക്കാം, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ പറഞ്ഞു തരാം നിന്നോട് എന്താ ചെയ്യണ്ടേന്നല്ലേ. ആ ഒരു ധൈര്യം. നമ്മളെ തെരഞ്ഞെടുത്തിട്ട് കർത്താവ് പറയാ, നമ്മളോട് പറയാ, ഡോണ്ട് ബി അഫ്രൈഡ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. തെരഞ്ഞെടുത്തിട്ട് അവിടെ യാക്കോബിനോട് പറഞ്ഞു, അല്ലെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞു, അവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. യെശയ്യാ 41 പഠിക്കുമ്പം അതിനകത്ത് യാക്കോബിനെ കുറിച്ച് പറയുന്നു, അബ്രഹാമിനെ കുറിച്ച് പറയുന്നു. എന്നിട്ടാണ് പറയുന്നത് ആ വാക്യം, 9-ാം വാക്യം, യെശയ്യാവിന്റെ 41:9, I have called you back from the ends of the earth, saying you are my servant, for I have chosen you and will not throw you away. ആ 9-10 എത്ര ധൈര്യം പകരുന്ന വാക്കാ. അബ്രഹാമിനോടും യാക്കോബിനോടും ദൈവം തെരഞ്ഞെടുത്തവരോടും ഇന്ന് നമ്മളോടും പറയാ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാ. അല്ലെ, തെരഞ്ഞെടുത്തത് എന്തിനാ?
വെറുതെ അല്ല തെരഞ്ഞെടുത്ത്, നിന്നെ വലിച്ചെറിയാനല്ല തെരഞ്ഞെടുത്ത്, നിന്നെ ഉപേക്ഷിക്കാനല്ല തെരഞ്ഞെടുത്ത്, നീ കഷ്ടതയ്ക്കകത്ത് മുങ്ങിപ്പോകാനല്ല നിന്നെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ സുഖമായി ഇരുത്തുവാനും നല്ല പദവിയിൽ ഇരുത്തുവാനും സന്തോഷിക്കുവാനും യേശു കർത്താവിന്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുത്തുവാനാ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മള് ലോകക്കാരെ പോലെ അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് വ്യത്യാസം ലോകക്കാരും നമ്മളും തമ്മില്? അല്ലെ, അവര് വിളിക്കുന്ന ലോകത്തിന്റെ ദൈവവും നമ്മൾ വിളിക്കുന്ന ജീവിക്കുന്ന ദൈവവും. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി നന്മ, തെരഞ്ഞെടുക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് നന്മ ചെയ്യാതെ വേറെ ആർക്കാ ചെയ്യുന്നേ? കണ്ടോ, അബ്രഹാമിനോടും യാക്കോബിനോടും അവരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അവരുടെ ആ തലമുറയ്ക്കകത്ത് ദൈവം അവരെ തെരഞ്ഞെടുത്തു, അല്ലെ? അബ്രഹാമിന്റെ തലമുറയ്ക്കകത്ത് അബ്രഹാമിനെ തെരഞ്ഞെടുത്തു, യാക്കോബിന്റെ തലമുറയ്ക്കകത്ത് യാക്കോബിനെ തെരഞ്ഞെടുത്തു. ഓ സ്തോത്രം. അല്ല, ഇന്ന് പറഞ്ഞ് എന്റെ തലമുറയ്ക്കകത്ത് എന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്, എന്റെ ഈ കാലഘട്ടങ്ങളിൽ എന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നിട്ട് അവരോട് പറയാ, കർത്താവിന്റെ വചനം പറയാ, for I have chosen you and will not throw you away. നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ല, നിന്നെ ഞാൻ ഒറ്റയ്ക്കാക്കി വിടത്തില്ല, നിന്നെ അധൈര്യനാക്കി ഞാൻ തീർക്കത്തില്ല. മറ്റുള്ളവരെ നോക്കിയാൽ അയ്യോ നിനക്ക് ആരുമില്ല എന്ന് പറയത്തക്ക വേണം ഞാൻ ചെയ്യത്തില്ല. നിന്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു നല്ല കർത്താവ്. ഹല്ലേലൂയ. എന്നെ വഴി നടത്തുന്ന ഒരു നല്ല ഇടയൻ, എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല അപ്പ. ഹല്ലേലൂയ. തെരഞ്ഞെടുത്തിട്ട് ഒറ്റയ്ക്കാക്കി കളയാത്ത, തെരഞ്ഞെടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്നറിയാം? അപ്പം ക്ലാസ്സിലെ ആ ടീച്ചർ ആ കുഞ്ഞിനെ തെരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യും? ആ കുഞ്ഞിന്റെ അകത്ത് അതോറിറ്റി വെസ്റ്റ് ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ എന്താ പറയുന്നത്, അധികാരം ഇടും, അല്ലെ? ടീച്ചർ ഇല്ലാത്ത സമയം അറ്റൻഡൻസ് എടുക്കാന്, പിള്ളേര് അതിക്രമം എന്തെങ്കിലും കാണിച്ചാൽ ടീച്ചറിനോട് ചെന്ന് പറയാന്, ടീച്ചർ ഇല്ലാത്ത സമയത്ത് മറ്റു പിള്ളേരെയൊക്കെ അടക്കിയിരുത്താന്, അല്ലെ? അധികാരം കൊടുക്കുക. ഇന്ന് തെരഞ്ഞെടുത്ത നമ്മളെ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് യേശുവിന്റെ യേശുവിന്റെ അതോറിറ്റി, അധികാരം നമ്മളുടെ അകത്തിട്ട് തന്നിരിക്കുക. എന്നാലാണ് നമുക്ക് യേശുവിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ലോകത്ത്. നമ്മളെ അംബാസഡേഴ്സ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്, നമ്മളെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്, സ്വർഗരാജ്യത്തിന്റെ അംബാസഡേഴ്സ്, അല്ലെങ്കിൽ എന്താ, മറ്റുള്ളവരെ സ്വർഗരാജ്യം ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ. ഹല്ലേലൂയ. നമ്മളെ അധികാരത്തോടെയാണ് വിളിച്ചിരിക്കുന്നത്. എങ്ങനെയാ ക്ലാസ്സിലെ കുഞ്ഞിന് എന്താ ടീച്ചർ മോണിറ്റർ എന്നൊരു പേര് കൊടുക്കും, അല്ലെ? അപ്പൊ ആ മോണിറ്റർ എന്ന് ഉള്ള ആ പേരിനകത്ത് അധികാരമുണ്ട്, അതിനകത്ത് ഫ്രീഡം ഉണ്ട്, അതായത് കുറെ കാര്യങ്ങളുണ്ട്, പവേഴ്സ് ഉണ്ട്, അല്ലെ? നമ്മുടെ രാജ്യത്ത് പ്രൈം മിനിസ്റ്ററിനെ ഒക്കെ തെരഞ്ഞെടുക്കും, ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിനെ ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കും. മിനിസ്റ്റേഴ്സിനെയും ഒക്കെ നമ്മൾ തെരഞ്ഞെടുക്കുമ്പം ആ തെരഞ്ഞെടുത്ത് അവരെ ആക്കുന്ന പൊസിഷനകത്ത് കുറെ പദവികളുണ്ട്, കുറെ പവേഴ്സ് ഉണ്ട്, അധികാരമുണ്ട്. ഹല്ലേലൂയ. അതിനെതിരെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെ വചനം പറയുന്നു, യു ആർ എ ചോസൻ പീപ്പിൾ. നിങ്ങളൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ വ്യത്യസ്തമായ ജാതിയുടെ സകല അധികാരവും ശക്തിയും എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട സകല സ്പെഷ്യാലിറ്റി, സകല കാര്യങ്ങളും നമ്മളുടെ അകത്തിട്ടിരിക്കുക. ഹല്ലേലൂയ. ഇതൊരു സ്പെഷ്യൽ വംശമാണെന്ന് മറ്റുള്ളവരെ അറിയാൻ വേണ്ടി പ്രത്യേകതയുള്ള ഒരു വംശമാണ്, പ്രത്യേകതയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുവാൻ വേണ്ടി നമ്മളുടെ അകത്ത് ചില പ്രത്യേകതകൾ ഇട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാ? പ്രത്യേകതയുള്ള വ്യക്തികളായിട്ടാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെക്കാട്ടിലും വ്യത്യസ്തമായിട്ട്, മറ്റുള്ളവരെക്കാട്ടിലും ഡിഫറെന്റ് ആയിട്ട്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും നിസ്സാരക്കാരല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവര്. ഇന്ന് ആ ധൈര്യത്തില്, ഇന്ന് ആ തല ഉയർത്തി ഇന്ന് നടക്കണം. എന്നിട്ട് പറയണം, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നിസ്സാരമല്ല കേട്ടോ. ആ തെരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള ആ ഒരു വാക്ക് തന്നെ എത്ര അധികം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിനകത്തുനിന്ന്, അമ്മയുടെ വയറ്റിൽ ജനിച്ച് 10 മക്കളുടെ ഇടയില്
ഒരാളെ കർത്താവ് തെരഞ്ഞെടുത്തു അല്ലെ. ഇന്ന് എത്ര പേരുടെ വീട്ടിനകത്ത് പറയും നിങ്ങള്, ഞാനും എന്റെ കുടുംബവും ഞങ്ങള് യേശുവിനെ ആശ്രയിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റാരും ഇതുവരെയായിട്ടും അറിഞ്ഞിട്ടില്ല അല്ലെ. എന്തിനാ ദൈവം തെരഞ്ഞെടുത്ത്? ഓ, കർത്താവിന്റെ ഫേവർ അല്ലെ. ഒരു അമ്മയുടെ അച്ഛന്റെയും വയറ്റിന്ന് വന്ന 10 മക്കളാ, അല്ലെങ്കിൽ 5 ആയിരിക്കും, അല്ലെങ്കിൽ 4 മക്കളായിരിക്കും. അതിനകത്തുനിന്ന് ഒരാളെ തെരഞ്ഞെടുത്തു കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ, കർത്താവിന്റെ കൃപ അനുഭവിക്കാൻ, എൻ്റെ യേശുവിന്റെ സകല നന്മയും അനുഭവിക്കാൻ, സ്പെഷ്യൽ ഫേവർ അനുഭവിക്കാൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഭയങ്കര ഒരു തെരഞ്ഞെടുപ്പാ. അത്രയും മക്കളുണ്ടായിട്ട് ജെസ്സെ അല്ലെ, യെസയുടെ ഒരു മോനെയാ കർത്താവ് തെരഞ്ഞെടുത്തത് അല്ലെ. ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് ശമൂവേലിനോട് പറഞ്ഞു, ഇവനുമല്ല. അത് കാരണം ഒടുവിൽ ശമൂവേൽ ചോദിച്ചു, ഇവരല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഒരുവനുണ്ട്. തൊണ്ടയൊക്കെ ഒന്ന് ചുമച്ചൊക്കെ കഴിഞ്ഞിട്ട് തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടായിരിക്കും അപ്പൻ പറഞ്ഞത് അവൻ അവിടെ കാട്ടില് മൃഗങ്ങളെ നോക്കുക, ആടിനെ നോക്കുക എന്നല്ലേ. പക്ഷെ ദൈവം, ഹല്ലേലൂയ, ഒരുവന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് ഇട്ടാല്, സ്തോത്രം, അവൻ എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും, ഏത് പാറയുടെ അടിയിൽ കയറിയിരുന്നാലും, ഏത് ഗുഹയ്ക്കകത്ത് കയറി ഒളിഞ്ഞിരുന്നാലും, ആരും അവനെ കണ്ടില്ലേലും പരിഗണിച്ചില്ലേലും അവനെ കുറിച്ച് ഒരു അറിവില്ലെങ്കിലും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുള്ള ഒരു വ്യക്തിയാണോ, ഹല്ലേലൂയ, ആ വ്യക്തിയെ എത്തിക്കേണ്ട പദവിയിൽ എത്തിക്കും, എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും, ലഭിക്കേണ്ട നന്മയ്ക്കകത്തേക്ക് കയറ്റിവെക്കും. ഹല്ലേലൂയ. മറ്റാരുടെ കണ്ണ് കണ്ടില്ലെങ്കിലും സ്വർഗത്തിന്റെ കണ്ണ് അവന്റെ മേലുണ്ടായിരിക്കും. സ്തോത്രം. ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ടാ കാട്ടിൽ കിടന്ന ദാവീദ് സ്വന്തം സഹോദരന്മാര് പോലും ബോധർ ചെയ്യാഞ്ഞ്, അപ്പൻ പോലും മറന്നുപോയി കിടന്ന് ഈ ദാവീദ് കാട്ടിൽ നിന്ന് സിംഹാസനത്തിന്റെ മേലിൽ കയറിയിരുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ലഭിച്ചിട്ട് കർത്താവ് ഒടുവിൽ ദാവീദിനോട് പറഞ്ഞു, നിന്റെ കിരീടം ഒരിക്കലും അണയത്തില്ല അല്ലെ, നിന്റെ സിംഹാസനം ഒരിക്കലും അണയത്തില്ല. എന്താ? ഒരുവൻ എന്നേക്കുമായി വാഴും, അവനെ ലോകം വിളിക്കും ദാവീദിന്റെ പുത്ര എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നാമം ഒരിക്കലും ആരും മറന്നു പോവത്തില്ല, മായിച്ചു കളയത്തില്ല അല്ലെ. തെരഞ്ഞെടുപ്പിന്റെ വലുപ്പമാ. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് ഒരുവന്റെ മേലുണ്ടെങ്കിൽ ആരെവിടെ കിടന്ന് ബഹളം വെച്ചാലും അവന്റെ ജീവിതം നേരെയാകുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, പൗലോസിന്റെ മേല് എത്ര അണലി കടിച്ചിട്ടും, എത്ര കല്ലെറിഞ്ഞിട്ടും, എത്ര അടിയും ഇടിയും ഏറ്റിട്ടും ചതഞ്ഞും തീർന്നും പോകാതെ പിന്നെയും റബ്ബർ പന്ത് പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വന്ന് കർത്താവിന്റെ സുവിശേഷ വേല മൊത്തം ചെയ്തിട്ട് പോയത്. ഹല്ലേലൂയ. ഒരുവന്റെ മേൽ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ അവനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട, ആരും അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കണ്ട. പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തും, പരിശുദ്ധാത്മാവ് അവനെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഇത് മഹാ തെരഞ്ഞെടുപ്പാ. ഇത് സ്വർഗത്തിന്റെ തെരഞ്ഞെടുപ്പാ അല്ലെ. ഒരു കുട്ടിയെ ക്ലാസ്സിൽ പ്രിഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മോണിറ്ററായി തെരഞ്ഞെടുക്കുമ്പോൾ ആ കുഞ്ഞിനൊരു ബാഡ്ജ് കൊടുക്കും. ഞങ്ങളുടെയൊക്കെ സ്കൂളില് ഞാനൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെയാ. ആ കുഞ്ഞിനെ തെരഞ്ഞെടുത്താൽ ആ കുഞ്ഞിനൊരു പ്രത്യേകമായ ഒരു ബാഡ്ജ് കൊടുക്കും. ആ പ്രിഫെക്ടോറിയൽ മീറ്റിംഗില് ആ കുഞ്ഞ് ഈ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യും. ആ കുഞ്ഞിനോടായിരിക്കും ചോദിക്കുന്നത്, ഈ മോണിറ്ററിനോടായിരിക്കും ചോദിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ. സ്തോത്രം. ഇന്ന് നമ്മളെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് നമ്മള് ഈ നമ്മുടെ കുടുംബത്തിനെയോ നമ്മുടെ സമൂഹത്തിനെയോ, നമ്മൾ ആയിരിക്കുന്ന ഏത് കമ്മ്യൂണിറ്റിയാണോ, ചിലപ്പോൾ ഒരു ദേശമായിരിക്കും, അതിനെ നമ്മളെയും കൊണ്ടാ കർത്താവ് റെപ്രസെന്റ് ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളോടായിരിക്കും ഓരോന്ന് ചോദിക്കുന്നത്, നമ്മുടെ കുടുംബത്തിനെ കുറിച്ചും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിനകത്തുള്ള പല നമ്മൾ കണ്ടുമുട്ടുന്നവരെ കുറിച്ചും. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് വീണാലുണ്ടല്ലോ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ തെരഞ്ഞെടുപ്പ് വീണാലുണ്ടല്ലോ, കർത്താവ് ഉയർത്താൻ തുടങ്ങും. ഇന്നൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഞാൻ എന്റെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുമെന്നൊന്ന് വിളിച്ചു പറഞ്ഞേ. തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് ഒരിക്കലും നശിച്ചു പോകത്തില്ല, ഒരിക്കലും തീർന്നു പോകത്തില്ല. സ്തോത്രം. തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട്, ഹല്ലേലൂയ, അധികാരമുണ്ട്, നന്മയ്ക്കകത്തേ വരത്തുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ കൂടെ ഉത്തരവാദിത്വമുണ്ട്. തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ഉത്തരവാദിത്വമുണ്ട്.
അത് ആ ക്ലാസ്സിലെ പ്രിഫെക്റ്റ് അല്ലെങ്കിൽ ആ മോണിറ്ററിനെ തെരഞ്ഞെടുത്താൽ ആ മോണിറ്ററിന് ഉത്തരവാദിത്വമുണ്ട് അല്ലേ? ആ പ്രിഫെക്റ്റ് അല്ലെങ്കിൽ മോണിറ്റർ എന്നുള്ള ആ ഒരു പദവിക്കകത്ത് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊന്നും തികച്ചില്ലെങ്കിലോ അതൊക്കെ പറഞ്ഞു കൊടുക്കും, ടീച്ചർ പറഞ്ഞു കൊടുക്കും അല്ലെ, ഇന്നതൊക്കെ നീ ചെയ്യണം, രാവിലെ അറ്റൻഡൻസ് എടുക്കണം, പിള്ളേരുടെ നോട്ട്ബുക്സ് എല്ലാം കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവെക്കണം, ക്ലാസ്സിനെ ഓർഡർ ആക്കി വെക്കണം, ഈ ക്ലാസ്സിനകത്ത് ഏതെങ്കിലും ഒരു ടേബിളോ ചെയറോ വല്ലോ ഒടിഞ്ഞു പോയാൽ അത് നീ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം, പിള്ളേർ ആരെങ്കിലും വഴക്കിട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെ? ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതേപോലെ ഇന്ന് ദൈവരാജ്യത്തിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ടവരാണോ? നമുക്കും ഉത്തരവാദിത്തമുണ്ട്. കർത്താവ് നമ്മളോടും ചോദിക്കും, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് എന്തോ ആയി എന്ന് ചോദിക്കും അല്ലെ, എന്ത് ചെയ്തു എന്ന് ചോദിക്കും. ഹല്ലേലൂയ. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന പദവി വലുതാ. ഹല്ലേലൂയ. ലോകം സല്യൂട്ട് അടിക്കുന്ന ഒരു പദവിയാ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോ ഇതൊക്കെ വെറും നിസ്സാരമായിട്ടായിരിക്കും കാണുന്നത്, സാധാരണ പോലെ ആയിരിക്കും യേശുവിനെ സേവിക്കുന്നത് കാണുന്നത്. പക്ഷെ സാധാരണയല്ല, അസാധാരണമായ ഒരു തെരഞ്ഞെടുപ്പാ. ഇത്രയും ജനം ലോകത്തുണ്ടായിട്ട് എന്താ എന്നെയും നിങ്ങളെയും ഒക്കെ തെരഞ്ഞെടുത്തത്? എന്തോ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാ. എപ്പോഴെങ്കിലും ഇരുന്ന് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവെ എന്നെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന്? എന്റെ തെരഞ്ഞെടുപ്പ് എന്തിനാ? എന്റെ കുടുംബത്തിനെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമാണോ? ഇടിവിൽ നിന്ന് എന്റെ മക്കളും എന്റെ ഭർത്താവും എന്റെ ഭാര്യയും എന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ സുഖമായിട്ട് ജീവിക്കാൻ അതിനാ എന്നെ തെരഞ്ഞെടുത്തത്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണോ? അല്ലെന്നേ, അതിനപ്പുറം എന്തോ ഒരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, അപ്പാ എന്നെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? എന്റെ വിളിയും തെരഞ്ഞെടുപ്പും എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രത്യേകമായ പദവികൾ. ആ വാക്യം നമ്മള് വേറെ കുറെ വാക്യങ്ങളുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാ കൊണ്ടുപോയത്. ആ വാക്യങ്ങളൊക്കെ എടുത്ത് അതിലൊന്ന് റിഫ്ലക്ട് ചെയ്യണമെന്ന് ഓർത്തായിരുന്നേ. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുപോയി തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഹല്ലേലൂയ. എന്റെ തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിസ്സാരമല്ല. ഹല്ലേലൂയ. വലിയൊരു തെരഞ്ഞെടുപ്പാ. ഇന്ന് പറഞ്ഞ ഇതൊരു സ്വർഗീയ തെരഞ്ഞെടുപ്പാ. നമ്മുടെ രാജ്യത്ത് വോട്ട് ചെയ്ത മിനിസ്റ്റേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ, പ്രൈം മിനിസ്റ്ററിനെ ഒക്കെ അങ്ങനെ വോട്ടിംഗ് ചെയ്ത തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗം മൊത്തം വോട്ട് ചെയ്തു, രജനി മതി ഹല്ലേലൂയ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യാൻ. സ്വർഗം തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, സെൽജി മതി കർത്താവിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഹല്ലേലൂയ. സ്വർഗം തെരഞ്ഞെടുത്തു. യേശുവിന് മഹത്വം, യേശുവിന് സകല ആരാധനയും. വലിയൊരു തെരഞ്ഞെടുപ്പാ വീണ്ടിരിക്കുന്നത്. പദവിയും മാനവും ബഹുമാനവും സകലതും. പണ്ട് പേരില്ലാത്തവരും ആരും അറിയാത്തവരും ഇരുട്ടിൽ കിടന്നവരും അന്ധകാരത്തിന്റെ കെട്ടിൽ കിടന്നവരും എവിടെ പോയാൽ എന്ത് രക്ഷപ്പെടും എന്നോർത്ത് കിടന്നിടത്ത് ഇന്ന് കർത്താവ് വലിയൊരു പദവിയിലാ വെച്ചിരിക്കുന്നത്. തെരഞ്ഞെടുത്തിട്ട് പറയുക, നീ എൻ്റെ മകനും നീ എൻ്റെ മകളും. ഹല്ലേലൂയ. നീ എൻ്റെ പ്രിയപ്പെട്ടതും, നീ എൻ്റെ ഒരു എന്നെ ലോകത്ത് കാണിക്കുവാൻ വേണ്ടി, യേശുവിനെ ലോകത്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുക. ഇത് എന്നാ വലിയ ഒരു പദവിയാ. കർത്താവിന് മഹത്വം. ഇന്ന് മറന്നു പോവല്ലേ. ലോകം നിന്ദിച്ചാലും ആര് കൈവിട്ടാലും ആര് നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും വിളിച്ചു പറയണം, എന്നെ ഒരുവൻ തെരഞ്ഞെടുത്തു. സ്വർഗത്തിലെ അപ്പ എന്നെ ബോധിച്ചിട്ട് തെരഞ്ഞെടുത്ത. ഞാൻ കൊള്ളാം. സ്വർഗത്തിന്റെ കണ്ണില്, യേശുവിന്റെ കണ്ണിൽ ഞാൻ കൊള്ളാം, ഞാൻ നല്ലത് തന്നെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്ത്. നമ്മുടെ നല്ലതൊന്നും ആയിട്ടൊന്നും അല്ല തെരഞ്ഞെടുത്ത്, കൊള്ളാത്തപ്പം തന്നെയാ തെരഞ്ഞെടുത്ത്. നമ്മുടെ ഓരോ സ്വഭാവങ്ങളും രീതികളും ഒക്കെ ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് നാണക്കേട് ചിലപ്പം തോന്നും. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ യേശു വന്നിട്ട് എന്നെ നിങ്ങളെ നോക്കിയിട്ട് തെരഞ്ഞെടുത്തു അല്ലേ. ആ യേശു കർത്താവ് ആ കടൽപ്പുറത്തൂടെ നടന്നു പോയപ്പം യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, സ്നാപ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ദേ വരുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്, അവനിൽ പാപമില്ല. ഹല്ലേലൂയ. അപ്പം യോഹന്നാനും അന്ത്രയോസും ഇത് കണ്ടിട്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു, അവര് പുറകെ നടന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളും കൂടെ വരുക അല്ലേ. യേശു ചോദിച്ചു, നിങ്ങൾ എവിടെയാ വരുന്നത്? ഞങ്ങളും കൂടെ വരുക. എവിടെയാ വരുന്നത്? ഞങ്ങള് നിന്റെ കൂടെ പാർക്കാൻ വരുക. നീ എവിടാണോ ജീവിക്കുന്നത് അവിടെ ജീവിക്കാൻ ഞങ്ങളും വരുക. തെരഞ്ഞെടുപ്പ്. യേശു നോക്കിയിട്ട് പറഞ്ഞു, പോരാൻ പറഞ്ഞു.
കൂടെ കൊണ്ടിരുത്തി. പിന്നെ അവർക്ക് വിട്ടുപിരിയാൻ പറ്റിയില്ല. തെരഞ്ഞെടുപ്പ് വീണത് ഒരു നോട്ടത്തിൽ വീണു. സക്കായസിനെ ഇങ്ങനെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞു, സക്കായസെ ഇറങ്ങി വാ, നിന്റെ വീട്ടിലാ ഞാൻ ഇന്ന് ഭക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വീണു. സക്കായസ് തുള്ളിച്ചാടി. സക്കായോസിനെ തിരുവചനം പറയുന്നത് സക്കായോസ് ഭയങ്കര സന്തോഷത്തോടെ യേശുവിനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. തെരഞ്ഞെടുപ്പ് വീണാൽ അടങ്ങിയിരിക്കത്തില്ല. തെരഞ്ഞെടുപ്പ് വീണാൽ ആർക്കും അടക്കാൻ പറ്റത്തില്ല സന്തോഷം. തെരഞ്ഞെടുപ്പ് വീണ് കഴിഞ്ഞാൽ മൗനം പിടിച്ച് നാളെ എന്തു ആകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. തെരഞ്ഞെടുപ്പ് വീണാൽ തിരിച്ചറിയും. സ്തോത്രം. എന്ന് പ്രാർത്ഥിക്കാം. യേശുവപ്പ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പാ, വലിയൊരു പദവിക്കകത്തേക്ക് അങ്ങ് വിളിച്ചിരിക്കുന്നത്. ഇത് നിസ്സാരമല്ല. ലോകത്തിനെ ഭരിക്കുന്ന എൻ്റെ കർത്താവ്, രാജാതിരാജനായ ദൈവം, ലോകത്ത് എത്രയോ മനുഷ്യര് കിടന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുക. വി ആർ ഹാൻഡ് പിക്ഡ്. തന്റെ സ്വന്തം കയ്യാൽ തെരഞ്ഞ് പെറുക്കി, ഇതിനെ വേണം, ഇവളെ വേണം, ഇവനെ വേണം, പേര് ചൊല്ലി, വചനം പറയുന്നത് വെറുതെ അല്ല, പേര് ചൊല്ലി തെരഞ്ഞെടുത്തിരിക്കുക. ഓ സ്തോത്രം. കർത്താവിനെ റെപ്രസെന്റ് ചെയ്യാൻ, യേശു രാജാവിനെ യേശു രാജാവ് ഇതാണ് എന്ന് കാണിക്കാൻ. ആ കുഞ്ഞെങ്ങനെയാ ആ പ്രിഫെക്റ്റ് അല്ലെങ്കിൽ ആ മോണിറ്റർ ഒരു ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മാനവകുലത്തിനെ റെപ്രസെന്റ് ചെയ്യുവാൻ, സ്വർഗത്തിനെ റെപ്രസെന്റ് ചെയ്യുവാൻ, സ്വർഗം ഇങ്ങനെയാണെന്ന് ഈ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യാൻ എന്നെയും നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ കർത്താവെ നിസ്സാരമല്ല എന്ന് തിരിച്ചറിയുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടെ പദവിയും നന്മയും അനുഗ്രഹവും ഉയർച്ചയും മാനവും ബഹുമാനവും സകലതുമുണ്ട്. കർത്താവ് ഇത് അനുഭവിക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. കർത്താവ് ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ.